നൽകുന്നതിനോടൊപ്പം ഇന്ന് ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷയായി മുന്നിൽ നിൽക്കുമ്പോഴും തൃണമൂൽ കോൺഗ്രസ് പറയുന്നു, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്, ബംഗാളിന് പുറത്ത് ഇന്ത്യ മുന്നണിയാവാം. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും പറയുന്നു, കേരളത്തിൽ CPM-ഓ കോൺഗ്രസോ കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയാവാം. അതേപോലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പറയുന്നു, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ആവാം, പഞ്ചാബിന് പുറത്ത് ഇന്ത്യ മുന്നണിയാവാം. അതായത് 37% വോട്ട് നേടിയ NDA സഖ്യത്തെ നേരിടാൻ ഇന്ത്യ മുന്നണി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ പോലും പിന്തുണയ്ക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് ആ അനൈക്യം ശക്തമാകുന്നത്. ഇനി തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ്. ലോകമെന്നാകെ അങ്ങോട്ട് ചിമ്മുകയാണ്. മണിപ്പൂരൊക്കെ എല്ലാവരും മറന്നുപോയി ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് റഹീം. അതിലേക്ക് ആ പ്രൊപ്പഗൻഡ മെഷീനറി വർക്ക് ചെയ്തു, അതിലേക്ക് കൃത്യമായ കണക്കുകളെത്തി. ഇന്നലെ നരേന്ദ്രമോദി ചായ കുടിച്ച മഞ്ജി എന്ന് പറയുന്ന മീരാ മഞ്ജി എന്ന സ്ത്രീ തന്നെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. അവരാണ് പറയുന്നത്, എനിക്ക് പ്രധാനമന്ത്രി തന്ന വീട്ടിൽ താമസിക്കുന്നു, പ്രധാനമന്ത്രി തന്ന ഗ്യാസിൽ ഞാനിതാ ചായ ഇട്ട് കുടിക്കുന്നു. അപ്പോൾ ഇതിനെ നേരിടാൻ ഇന്ത്യ മുന്നണി എത്രമാത്രം ശക്തമാണ്, ഐക്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് റഹീം? അല്ല, ഈ ഇന്ത്യ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ബ്ലോക്ക് കഴിഞ്ഞ 2014 നിന്ന് വ്യത്യസ്തമായി അങ്ങ് മനസ്സിലാക്കേണ്ടത് 2014 കഴിഞ്ഞ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടത്. അത് പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും. പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ ചില പ്രശ്നങ്ങൾ അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തിയതുണ്ട്. അതെല്ലാം വേറെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെട്ടിരിക്കുന്നു. ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന സാഹചര്യം വലിയ തോതിൽ മാറിയിരിക്കുന്നു. BJP വിജയിച്ചു എന്ന് പറയുമ്പോഴും ചെറിയ മാർജിനിൽ മാത്രമാണ് BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായത് എന്ന് കണ്ടുകൊള്ളണം. വലിയ തോതിലുള്ളൊരു ആൻറ്റി ഇൻകുംബൻസി നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, നോട്ട് നിരോധനത്തിൻ്റെ ഇരകളുണ്ട്. ഒരു തുഗ്ലക്ക് പരിഷ്കാരങ്ങളുടെ ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. ക്യാബിനറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാത്ത ഒരു കാലം, ഒരു ഏകാധിപത്യത്തിൻ്റെ എല്ലാ അംശവും അതിലുണ്ടായിരുന്നു. പാർലമെൻറ്റിനെ അക്കൗണ്ടബിളായിട്ട് എടുക്കാത്ത ഒരു കാലം. പാർലമെൻറ്റിൽ വരുന്നില്ല, പാർലമെൻറ്റിനോട് ആൻസർ ചെയ്യുന്നില്ല. ഞാൻ ശ്രീ ജയചന്ദ്ര മാസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് അതിൻ്റെ കാതലായ ചോദ്യം അതായിരുന്നു. 2 തവണ ഞാനത് ആവർത്തിച്ചു, ഇനിയും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രധാനമന്ത്രി പറയുന്നു, ഒന്ന് കാണാതെ ഞാനൊന്നും ചെയ്യില്ല. ഇതാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പഞ്ച് ലൈൻ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണെന്നേ നോട്ട് നിരോധനം നടത്തിയത്? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അധികാരത്തിലേക്ക് ഇപ്പോൾ വീണ്ടും നിങ്ങൾ വരണമെന്ന് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ ഇന്ന് കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്? ഇന്ത്യയിലെ പരമാവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിങ്ങൾ അടച്ചുപൂട്ടി. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ തന്ന ഒരു തരത്തിൽ ലഭിച്ച ഉത്തരം 25 വിമാനത്താവളങ്ങൾ കൂടി പുതുതായി സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണ്. രാജ്യത്ത് ഓരോ പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എന്നേക്കുമായി നഷ്ടപ്പെടുന്ന തൊഴിലവസരങ്ങൾ എത്രയാണ്? സ്ഥിരം തൊഴിലവസരങ്ങൾ. രാജ്യത്ത് വലിയ തോതിലാണ് വിലക്കയറ്റം രൂക്ഷമായത്. രാജ്യത്ത് വിലക്കയറ്റത്തിൻ്റെ തോതെത്രയാണ്? നിങ്ങൾ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ? ഞാൻ വിമാനയാത്രക്കൂലിയെക്കുറിച്ച് അങ്ങയോട് സംസാരിച്ചു. രാജ്യത്ത് ഗവൺമെൻറ്റിന് മരുന്നിൻ്റെ വില മുതൽ രാജ്യത്തിൻ്റെ വിമാനയാത്രാക്കൂലിയും ഇന്ധനവും ഉൾപ്പെടെ ഒരു കാര്യത്തിലും ഗവൺമെൻറ് ഒരു നിയന്ത്രണവുമില്ല. ഇവർ പാചകവാതകം കൊടുത്തു എന്നാണ് പറയുന്നത്. പാചകവാതകത്തിന് ഒരു തവണ കൊടുത്തത് കൊണ്ട് മതിയായോ? പാചകവാതകത്തിന് സൗജന്യ കണക്ഷൻ നിരന്തരമായി കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും കേന്ദ്ര സർക്കാർ പാചകവാതകത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന സബ്സിഡിയിൽ ഗണ്യമായ കുറവുണ്ടായതായി പാർലമെൻറ്റിൽ ലഭിച്ച ഉത്തരം തന്നെ വ്യക്തമാക്കുന്നു. ഗവൺമെൻറ് തന്നെ പറയുകയാണ്. ചെറുതല്ല, വലിയ തോതിലാണ് കുറവുണ്ടായിട്ടുള്ളത്. സാധാരണക്കാരായ ഏതെങ്കിലും മനുഷ്യരുടെ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? നിങ്ങളുടെ പരിഗണനയിൽ ഇദ്ദേഹം പറഞ്ഞല്ലോ, എണ്ണി നരേന്ദ്രമോദി പറഞ്ഞു അത്രേ. 2010 മുതൽ ഇങ്ങോട്ട് അരുൺ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി പറയണമായിരുന്നു. 2010 മുതൽ ഇതുവരെയായി അദാനിക്കുണ്ടായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് കൂടി പറയണമായിരുന്നു. അദാനിയുണ്ടല്ലോ, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി 2014 പാർലമെൻറ്റിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ അഹമ്മദാബാദിലെ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന തൻ്റെ സ്വകാര്യ വിമാനം അത് അദാനിയുടേതായിരുന്നല്ലോ. ആ ഉയർച്ച എന്തൊരു ഉയർച്ചയാണ്! അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞു, അങ്ങ് മണ്ണിൽ ചവിട്ടി നിൽക്കണമെന്നെല്ലാം എന്നോട് പറയുന്നുണ്ടായിരുന്നു. മണ്ണിൽ ചവിട്ടി നിന്ന അദാനി ഇന്ന് നിൽക്കുന്നത് ആകാശത്താണ്, ആകാശത്തിന് മുകളിലാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ എന്തെല്ലാമാണ് ഒളിഞ്ഞിരുന്നത്? എന്തെല്ലാം വഴിവിട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു കൊടുത്തത്? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ കള്ളപ്പണക്കാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരും, രാജ്യത്തിൻ്റെ പുറത്തു പോയ കള്ളപ്പണം മുഴുവൻ കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തിയോ?
നിങ്ങൾക്ക് 2014 നിങ്ങൾ അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം വീതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കള്ളപ്പണക്കാരുടെ കടവിഹിതം എഴുതിത്തള്ളുകയാണ് ചെയ്തത്. രാജ്യത്തെ കർഷകരുടെ, നിങ്ങൾ കർഷകരെ കുറിച്ച് പറയുന്നു, രാജ്യത്തെ കർഷകർ സംതൃപ്തരാണോ? ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിന് അവർ രാജ്യത്താകെ കർഷകർ ട്രാക്ടർ റാലികൾ നടത്താൻ പോവുകയാണ്. രാജ്യത്തെ കർഷകർക്ക് നിങ്ങൾ 1 വർഷം നീണ്ടുന്ന സമരത്തിനൊടുവിൽ കൊടുത്ത ഒരു ഉറപ്പ് പോലും പാലിച്ചിട്ടില്ല. ആ കർഷകർ സംതൃപ്തരാണെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട്? രാജ്യത്തെ കായിക താരങ്ങൾ സംതൃപ്തരാണോ? ഈ കണ്ണുനീരണിഞ്ഞ് എത്ര കായിക താരങ്ങളാണ് സ്വന്തം ബൂട്ടുപേക്ഷിച്ചത്? രാജ്യം നൽകിയ ആദരവുകൾ തിരിച്ചു കൊടുത്തത് എത്ര പേരാണ്? സംതൃപ്തരാണെന്നാണോ? ആരാണ് സംതൃപ്തർ? ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ടി പി ജയചന്ദ്രൻ മാസ്റ്ററിന്റെ മറുപടി കൂടി വേണം. റഹീം അതിനുള്ള മറുപടി കൂടി കേട്ടിട്ട് Debate with Arun Kumar.